പ്രിയരെ നമസ്കാരം. ശിവപുരാണത്തിൻ്റെ മൂന്നാം ദൃശ്യശ്രവണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവപുരാണത്തിൻ്റെ 2-ാം അധ്യായമായ രുദ്രസംഹിതയുടെ 14-ാം ഭാഗം മുതൽ 30-ാം ഭാഗം വരെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു. ഒരിക്കൽ ബ്രഹ്മാവ് ദേവതകളോടൊപ്പം വിഷ്ണുവിൻ്റെ വാസസ്ഥലമായ ക്ഷീരസാഗരത്തിൽ പോയി ഒരു മനുഷ്യന് എങ്ങനെ ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ചോദിച്ചു. ശിവലിംഗത്തെ ആരാധിച്ചുകൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് ഭഗവാൻ വിഷ്ണു അവരോട് പറയുന്നു. എല്ലാ ദേവന്മാരും ശിവനെ പ്രാർത്ഥിച്ചു. അതിൽ സന്തുഷ്ടനായ ശിവൻ വിശ്വകർമാവിനോട് അവർക്കായി ഓരോ ശിവലിംഗം നിർമ്മിക്കാൻ കൽപ്പിക്കുന്നു. തുടർന്ന് വിശ്വകർമാവ് കുബേരനായി ഒരു സ്വർണ്ണ ശിവലിംഗവും, ധർമ്മരാജനായി മഞ്ഞ വജ്രം കൊണ്ടുള്ള ഒരു ശിവലിംഗവും, വരുണന് കടും നിറമുള്ള വജ്രം കൊണ്ടുള്ള ഒരു ശിവലിംഗവും, വിഷ്ണുവിന് വർണ്ണരാജിയിൽ ചുവപ്പിന് താഴെയുള്ള വജ്രം കൊണ്ടുള്ള ഒരു ശിവലിംഗവും, ബ്രഹ്മാവിന് സ്വർണം കൊണ്ടുള്ള ഒരു ശിവലിംഗവും നിർമ്മിച്ചു. അതുപോലെ വിശ്വദേവന് വെള്ളി കൊണ്ടുള്ള ഒരു ശിവലിംഗവും, അശ്വിനി കുമാരന്മാർക്ക് വെങ്കലം കൊണ്ടുള്ള ഒരു ശിവലിംഗവും, ലക്ഷ്മിക്ക് സ്ഫടികം കൊണ്ടുള്ള ഒരു ശിവലിംഗവും, സൂര്യദേവന് ചെമ്പ് കൊണ്ടുള്ള ഒരു ശിവലിംഗവും, ചന്ദ്രന് മുത്തുകൊണ്ടുള്ള ഒരു ശിവലിംഗവും നൽകി. ശിവലിംഗ പൂജയ്ക്കുള്ള രീതികൾ ഇനി പറയുന്ന രീതിയിൽ ബ്രഹ്മാവ് വിവരിക്കുന്നു. ആചമൻ, പ്രാണായാമം തുടങ്ങിയ ചടങ്ങുകൾ അനുഷ്ഠിച്ച ശേഷം ഭക്തൻ നെറ്റിയിൽ ത്രിപുണ്ഡ്രം ധരിക്കുകയും ശരീരത്തിൽ രുദ്രാക്ഷം അണിയുകയും വേണം. ശാന്തിപദ പഠനത്തിനും ദേവതാ നമസ്കാരത്തിനും ശേഷം എന്തെങ്കിലും ആഗ്രഹം സഫലമാകണമെങ്കിൽ അയാൾ ഒരു ദൃഢനിശ്ചയം എടുക്കണം. തുടർന്ന് മഹിമാസ്തവനന്റെ സഹായത്തോടെ ലിംഗത്തെ ആരാധിക്കുകയും പൂക്കൾ അർപ്പിക്കുകയും വേണം. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അവയുടെ പരിശുദ്ധി നിലനിർത്തണം. താമര, ശതപത്ര, ശംഖുപുഷ്പി വഴിപാടുകൾ നടത്തുന്നത് സമ്പത്തും സമൃദ്ധിയും കൈവരിക്കാൻ സഹായിക്കുമെന്ന് ശിവപുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ശിവന് 50 താമരപ്പൂക്കൾ സമർപ്പിക്കണം. എല്ലാത്തരം നേട്ടങ്ങൾക്കും വേണ്ടി മൃത്യുഞ്ജയ ജപം 5 ലക്ഷം തവണ ജപിക്കണം. ദീർഘായുസിനും ലൗകിക സുഖത്തിനും മോക്ഷത്തിനും 1 ലക്ഷം ധാതുഫലങ്ങൾ അർപ്പിക്കണം. തുടർന്ന് ബ്രഹ്മാവ് നാരദനോട് വെളിപ്പെടുത്തുന്നു. ശിവൻ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷനായതിനു ശേഷം സൃഷ്ടിപ്രക്രിയ ആരംഭിക്കുന്നതിനായി ഞാൻ ഒരു ഹംസത്തിന്റെ രൂപത്തിലേക്ക് എന്നെ തന്നെ മാറ്റി. വിഷ്ണു അദ്ദേഹത്തിന്റെ രൂപത്തെ പന്നിയാക്കി മാറ്റി. ആദ്യമായി ഞാൻ വെള്ളം സൃഷ്ടിച്ചു. ഒരു കൈക്കുമ്പിളിൽ വെള്ളം ഞാനതിൽ നിന്നും എടുത്തു. അതിൽ 24 മൂലകങ്ങളും അടങ്ങിയ ഒരു അണ്ഡം പ്രത്യക്ഷപ്പെട്ടു. ഈ അണ്ഡം, അതായത് മുട്ട, അസാമാന്യ വലിപ്പമുള്ളതായിരുന്നു. അത് എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. തുടർന്ന് ഞാൻ 12 വർഷം തപസ് ചെയ്തു. ഒടുവിൽ വിഷ്ണു എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ അണ്ഡത്തെ ബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. വിഷ്ണു ആ അണ്ഡത്തിൽ പ്രവേശിക്കുന്നു. ഇതിൻ്റെ ഫലമായി കൈലാസപർവ്വതവും 7 ലോകങ്ങളും നിലവിൽ വന്നു. അതിനുശേഷം നിശ്ചല ജീവികൾ സൃഷ്ടിക്കപ്പെട്ടു. അത് ഇരുണ്ട ഗുണത്തെ, അതായത് തമോ ഗുണത്തെ പ്രതീകപ്പെടുത്തുന്നു. അതിനുശേഷം ഞാൻ പശുക്കൾ, കാള തുടങ്ങിയ നാൽക്കാലികളായ മൃഗങ്ങളെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടികൾ ഉണ്ടായിരുന്നിട്ടും ഞാൻ തൃപ്തനായില്ല. അതിനാൽ ഞാൻ വീണ്ടും ധ്യാനത്തിലേക്ക് പോയി. തൽഫലമായി സദ്ഗുണത്തെ, അതായത് സതോ ഗുണത്തെ പ്രതീകപ്പെടുത്തുന്ന ദേവതകൾ സൃഷ്ടിക്കപ്പെട്ടു. വീണ്ടും ഞാൻ ധ്യാനിച്ചു. മധ്യഗുണത്തെ, അതായത് രജോ ഗുണത്തെ പ്രതീകപ്പെടുത്തുന്ന മനുഷ്യവർഗം നിലവിൽ വന്നു. ഭഗവാൻ ശിവന്റെ അനുമതിയോടെ ഞാൻ പ്രേതങ്ങൾ പോലുള്ള ആത്മാക്കളെ സൃഷ്ടിച്ചു. അതിനുശേഷം എൻ്റെ 4 മാനസപുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. പക്ഷേ അവർ സന്യാസ ജീവിതം നയിക്കുകയും ലൗകിക ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതിനാൽ സൃഷ്ടി പ്രക്രിയ തുടരുവാനായില്ല. അതെന്നെ ക്ഷുഭിതനാക്കി. എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. തുടർന്ന് വിഷ്ണുവിൻ്റെ അനുമതിയോടെ ശിവന്റെ ദർശനത്തിനായി ഞാനൊരു വലിയ തപസ് ചെയ്തു. എൻ്റെ തപസ് പൂർത്തിയാക്കിയപ്പോൾ ശിവന്റെ പുരികങ്ങൾക്കിടയിൽ നിന്ന് രുദ്രന്റെ അവതാരം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പകുതി സ്ത്രീയുടെയും പകുതി പുരുഷൻ്റേതുമായിരുന്നു. അതായത് അർദ്ധനാരീശ്വരൻ്റേതുപോലെയായിരുന്നു. എൻ്റെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ എന്നെ സഹായിക്കാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. രുദ്രൻ തന്നെപ്പോലുള്ള തൻ്റെ സൈന്യങ്ങളെ, അതായത് രുദ്രഗണങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യരെ സൃഷ്ടിക്കാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അതിനദ്ദേഹം മനുഷ്യരെ അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചതാണെന്നും പിന്നെ അവരെ എങ്ങനെ ബന്ധനങ്ങളാൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്നും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതിനാൽ രുദ്രൻ എന്നോട് തന്നെ മനുഷ്യരെ സൃഷ്ടിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അപ്രത്യക്ഷനായി. തുടർന്ന് ശിവതത്വത്തിന്റെ സത്തയെക്കുറിച്ച് നാരദൻ സംവദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശിവന്റെ അനുമതിയോടെ 5 അടിസ്ഥാന ഘടകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളെയും എല്ലാത്തരം കലകളെയും ഞാൻ സൃഷ്ടിച്ചു. കാലത്തെയും ഞാൻ സൃഷ്ടിച്ചു. ഇത്രയധികം സൃഷ്ടികൾ ഉണ്ടായിരുന്നിട്ടും ഞാൻ തൃപ്തനായില്ല. എൻ്റെ കണ്ണുകളിൽ നിന്ന് മരീചി മുനിയെയും, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭൃഗുമുനിയെയും, എൻ്റെ തലയിൽ നിന്ന് അങ്കിരസ മുനിയെയും, എൻ്റെ വ്യാനവായുവിൽ നിന്ന്, അതായത് പ്രധാന ജീവശക്തിയിൽ നിന്നും പുലഹമുനിയെയും,
എൻ്റെ ഉദാനവായുവിൽ നിന്ന്, അതായത് ജീവശക്തി ഊർജത്തിൽ നിന്നും പുലസ്ത്യമുനിയെയും, എൻ്റെ സമൻ വായുവിൽ നിന്ന് വസിഷ്ഠമുനിയെയും, എൻ്റെ അപാനവായുവിൽ നിന്ന് കൃതുമുനിയെയും, ചെവിയിൽ നിന്ന് അത്രിമുനിയെയും, എൻ്റെ ജീവവായുവിൽ നിന്ന് ദക്ഷ പ്രജാപതിയെയും സൃഷ്ടിച്ചു. എൻ്റെ മടിയിൽ നിന്ന് നീ എന്ന നാരദനും പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ നിഴലിൽ നിന്ന് കർദമമുനിയും ധർമ്മനും പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ശരീരത്തെ 2 ഭാഗങ്ങളായി വിഭജിച്ചു. ആ ഓരോ ഭാഗത്തു നിന്നും മനുവും ശതരൂപയും യഥാക്രമം പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും തമ്മിൽ വിവാഹിതരായി. അവരിലൂടെ ദാമ്പത്യ സൃഷ്ടി ആരംഭിക്കുന്നു. പ്രിയവ്രതനും ഉത്ഥാനപാദനും അവർക്ക് പിറന്ന 2 പുത്രന്മാരായിരുന്നു. ശതരൂപയ്ക്ക് അഗൂട്ടി, ദേവഹൂതി, പ്രസൂതി എന്നീ 3 പെൺമക്കളും ജനിച്ചു. രുചിമുനി അഗൂട്ടിയെ വിവാഹം കഴിച്ചു. കർദമമുനി ദേവഹൂതിയെയും ദക്ഷപ്രജാപതി പ്രസൂതിയെയും വിവാഹം കഴിച്ചു. രുചിയുടെയും അഗൂട്ടിയുടെയും മക്കളായി മുനി യജ്ഞനും ദക്ഷിണയും ജനിച്ചു. കർദമമുനിക്കും ദേവഹൂതിക്കും നിരവധി പുത്രന്മാർ ജനിച്ചു. അതുപോലെ ദക്ഷനും പ്രസൂതിക്കും 24 പുത്രിമാർ ജനിച്ചു. ദക്ഷന്റെ 13 പുത്രിമാരെ ധർമ്മൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ ബാക്കി പെൺമക്കളെ പുലസ്ത്യൻ തുടങ്ങിയ ഋഷിമാരാണ് വിവാഹം കഴിച്ചത്. ഈ ഋഷിമാരുടെ സന്തതികൾ 3 ലോകങ്ങളിലും വസിക്കുന്നു. ഇതേ ദക്ഷ പ്രജാപതിക്ക് മറ്റൊരു കൽപ്പത്തിൽ 60 പുത്രിമാരുണ്ടായിരുന്നു. അവർ കശ്യപനെ പോലുള്ള ഋഷിമാരെ വിവാഹം കഴിച്ചു. അതേ കൽപ്പത്തിൽ ശിവനെ വിവാഹം കഴിച്ച സതി അദ്ദേഹത്തിന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു. തന്റെ പിതാവായ ദക്ഷൻ ഭർത്താവായ ശിവനോട് കാണിച്ച അനാദരവിൽ മനംനൊന്ത് സതി യാഗാഗ്നിയിൽ ചാടി ജീവൻ വെടിഞ്ഞു. അടുത്ത ജന്മത്തിൽ അവൾ പാർവതിയായി പുനർജനിച്ചു. വീണ്ടും ശിവനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ശിവന്റെ അനുമതിയോടെ ഞാൻ ലോകം സൃഷ്ടിച്ചു. ശിവൻ കൈലാസം തന്റെ വാസസ്ഥലമാക്കിയത് എപ്പോഴാണെന്നും ശിവനും കുബേരനും തമ്മിലുള്ള സൗഹൃദത്തിന് കാരണമെന്താണെന്നും നാരദൻ ബ്രഹ്മാവിനോട് ചോദിക്കുന്നു. ബ്രഹ്മാവ് അപ്പോൾ ഒരു കഥ വിവരിച്ചു. കാമ്പില്യ നഗരത്തിൽ യജ്ഞദത്തൻ എന്ന പേരിൽ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം സോമയജ്ഞ കർമ്മത്തിൽ പ്രാവീണ്യമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന് ഗുണനിധി എന്നൊരു പുത്രനുണ്ട്. അവനും ഒരു പണ്ഡിതനായിരുന്നെങ്കിൽ പോലും മതനിഷേധിയും ദുഷ്ടക്കൂട്ടുകെട്ടുകൾക്ക് ഉടമയുമായിരുന്നു. ചൂതാട്ടം പോലുള്ള ദുഷ്പ്രവൃത്തികളിൽ അവൻ മുഴുകിയിരുന്നു. അവന്റെ പിതാവായ യജ്ഞദത്തന് അവന്റെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഗുണനിധിയുടെ ശീലങ്ങളെയും പെരുമാറ്റത്തെയും കുറിച്ച് പത്നിയോട് ചോദിക്കുമ്പോഴെല്ലാം അവൾ കള്ളം പറയുകയും അവന്റെ പെരുമാറ്റത്തെ പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഗുണനിധിയുടെ അവസ്ഥ അനുദിനം വഷളായി. യജ്ഞദത്തൻ ഗുണനിധിക്ക് ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയുമായി വിവാഹം നടത്തി. എന്നാലും അവന്റെ ശീലങ്ങൾ മാറിയില്ല. അമ്മ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒരു ദിവസം യജ്ഞദത്തൻ തന്റെ മോതിരം ധരിച്ചിരിക്കുന്ന ഒരു ചൂതാട്ടക്കാരനെ കണ്ടു. അയാളോട് ആ മോതിരത്തെക്കുറിച്ച് ചോദിച്ചു. ചൂതാട്ടത്തിൽ നിങ്ങളുടെ പുത്രനായ ഗുണനിധി ഈ മോതിരം നഷ്ടപ്പെടുത്തിയെന്ന് ചൂതാട്ടക്കാരൻ പറഞ്ഞു. ചൂതാട്ടത്തിൽ ഗുണനിധിക്ക് നിരവധി ആഭരണങ്ങളും മറ്റു സ്വത്തുക്കളും നഷ്ടപ്പെട്ടതായും അയാൾ അറിയിച്ചു. അതിൽ അരിശം മൂത്ത യജ്ഞദത്തൻ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പിതാവിന്റെ 2ാം വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഗുണനിധി സ്വന്തം വിധിയെ ശപിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് താമസ സൗകര്യം അന്വേഷിച്ച് നടന്നു. ക്ഷീണിതനാകുന്നതുവരെ അവൻ നടന്നുകൊണ്ടിരുന്നു. ഒരു മരത്തിനടിയിലിരുന്ന് തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവന്റെ ഹൃദയം പശ്ചാത്താപത്താൽ നിറഞ്ഞിരുന്നു. സ്വന്തം മുൻകാല പ്രവൃത്തികളെക്കുറിച്ച് അവൻ പശ്ചാത്തപിച്ചു. അത്തരം ചിന്തകളിൽ മനസ്സ് മുഴുകിയപ്പോൾ കൈകളിൽ പ്രസാദം വഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ചില ഗ്രാമവാസികളെ അവൻ കണ്ടു. ഗുണനിധിക്ക് വിശന്നിരുന്നതിനാൽ അവരെ പിന്തുടർന്നു. ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ ഇരുന്നു. പൂജ കഴിഞ്ഞതിന് ശേഷം ഭക്തർ രാത്രിയോടെ ഉറങ്ങാൻ കിടന്നു. ഗുണനിധി ക്ഷേത്ര പരിസരത്ത് പ്രവേശിച്ചപ്പോൾ വിളക്കിന്റെ ജ്വാല ക്രമേണ മങ്ങിത്തുടങ്ങിയിരുന്നതിനാൽ അവന് ഒന്നും തന്നെ ശരിയായി കാണാൻ കഴിഞ്ഞില്ല. അവൻ ധരിച്ചിരുന്ന ചില തുണി കഷ്ണങ്ങൾ കീറി കട്ടിയുള്ള ഒരു തിരി ഉണ്ടാക്കി വിളക്കിലിട്ടു. ഇപ്പോൾ ദേവന് സമർപ്പിച്ചതെന്തും കാണാൻ ആ വെളിച്ചം പര്യാപ്തമായിരുന്നു. അവൻ കഴിയുന്നത്ര പഴങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും എടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ ഒരു ഭക്തൻ ഉണർന്ന് കള്ളൻ കള്ളൻ എന്ന് നിലവിളിച്ച് അവനെ പിന്തുടർന്ന് പിന്നാലെ ഓടി. അയാളുടെ നിലവിളി കേട്ട് മറ്റെല്ലാ ഭക്തരും ഉണരുകയും ഗുണനിധിയെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് അവന് അതിക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു. ആ മർദ്ദനം അവന്റെ മരണത്തിൽ പര്യവസാനിച്ചു. യമദൂതന്മാർ അവന്റെ ആത്മാവിനെ യമലോകത്തേക്ക് കൊണ്ടുപോകുവാൻ എത്തി. എന്നാൽ അപ്പോൾ തന്നെ ശിവഗണങ്ങളെത്തി അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നതിൽ നിന്നും യമദൂതന്മാരെ തടഞ്ഞു. ശിവരാത്രി വ്രതം ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുകയും ശിവന്റെ കഥകൾ കേൾക്കുകയും അണയാൻ പോകുന്ന വിളക്ക് കത്തിക്കുകയും ചെയ്തതിനാൽ ഗുണനിധി ശിവലോകത്തിന് അർഹനാണെന്ന് അവർ യമദൂതന്മാരെ അറിയിച്ചു. അടുത്ത ജന്മത്തിൽ ഗുണനിധി കലിംഗയുടെ രാജാവാകുമെന്ന് ശിവഗണങ്ങൾ യമദൂതന്മാരെ ബോധിപ്പിച്ചു.
അങ്ങനെ ഗുണനിധി ശിവലോകത്തെത്തി അടുത്ത ജന്മത്തിൽ കലിംഗ രാജാവായ അരിന്തമന്റെ മകനായി ജനിച്ചു. അദ്ദേഹം പുത്രന് ധാമൻ എന്ന് പേരിട്ടു. ധാമൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അരിന്തമൻ മരിച്ചു. അങ്ങനെ ധാമൻ പിതാവിന് ശേഷം കലിംഗ രാജാവായി. സ്വന്തം അധികാര പരിധിയിൽ വരുന്ന എല്ലാ ശിവക്ഷേത്രങ്ങളും അദ്ദേഹം പുതുക്കി പണിതു. എല്ലാ പ്രജകൾക്കും ശിവാരാധന നിർബന്ധമാക്കുന്ന ഒരു കൽപ്പന അദ്ദേഹം പുറപ്പെടുവിച്ചു. ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ പിന്നീട് അദ്ദേഹം അളകാപുരിയുടെ രാജാവാകുകയും കുബേരൻ എന്നറിയപ്പെടുകയും ചെയ്തു. പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ പുലസ്ത്യമുനിയുടെ പുത്രനായി വിശ്രവമുനി ജനിക്കുന്നു. വിശ്രവന്റെ പുത്രനായ വിശ്രവണൻ വളരെ കാലം അളകാപുരി ഭരിച്ചു. അളകാപുരി നഗരം വിശ്വശില്പി വിശ്വകർമാവ് നിർമ്മിച്ചതാണ്. വിശ്രവണൻ ശിവന്റെ വലിയൊരു ഭക്തനായിരുന്നു. മേഘവാഹനൻ എന്ന കൽപ്പത്തിൽ ഗുണനിധി 10 ലക്ഷം വർഷങ്ങൾ കഠിനമായ തപസ് ചെയ്തു. ഈ തപസ്സിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ശരീരം അസ്ഥികൂടമായി മാറി. അദ്ദേഹത്തിൽ അത്യധികം സന്തുഷ്ടനായ ശിവൻ തന്റെ പത്നിയായ പാർവതിയോടൊപ്പം ഗുണനിധിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും വരം ചോദിക്കാൻ പറയുകയും അത് നിറവേറ്റുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് അറിയിക്കുകയും ചെയ്തു. ശിവന്റെ ശബ്ദം കേട്ടപ്പോൾ ഗുണനിധി കണ്ണുകൾ തുറന്നു. എന്നാൽ ശിവന്റെ അത്യുജ്വലമായ തേജസ്സിൽ ഗുണനിധിയുടെ കണ്ണുകൾ അന്താളിച്ചു. തന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ശിവനോട് അഭ്യർത്ഥിക്കുന്നു. ശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് ഇപ്പോൾ ശിവന്റെ ദിവ്യദർശനം ലഭിച്ചു. എന്നാൽ ശിവന്റെ സമീപത്തുണ്ടായിരുന്ന ഉമയോട് അദ്ദേഹത്തിന് അസൂയ തോന്നി. എന്നേക്കാൾ ശിവന് പ്രിയപ്പെട്ട ഈ സ്ത്രീ ആരാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അദ്ദേഹം അവരെ ക്രൂരമായി നോക്കി. അക്കാരണത്താൽ ഇടത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഈ മുനി എന്തിനാണ് എന്നെ ഇത്ര ക്രൂരമായി നോക്കുന്നതെന്ന് പാർവതി ശിവനോട് ചോദിച്ചു. അദ്ദേഹം നിന്റെ മകനല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹത്തിന്റെ തപസ്സിൽ നേടിയ നേട്ടങ്ങളിൽ അമ്പരന്ന അദ്ദേഹം നിങ്ങളെ അത്ഭുതത്തോടെ നോക്കുകയാണ്. പിന്നെ ശിവൻ ഗുണനിധിയെ രാജാക്കന്മാരുടെ രാജാവാകുവാൻ അനുഗ്രഹിച്ചു. അളകാപുരിയുടെ പരിസരത്ത് ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്നും ശിവൻ ഗുണനിധിക്ക് ഉറപ്പു നൽകി. ശിവന്റെ അനുഗ്രഹം ലഭിച്ച ശേഷം ഗുണനിധി പാർവതിയെയും വന്ദിച്ചു. അപ്പോൾ പാർവതി പറഞ്ഞു, നീ എന്നെ ദേഷ്യത്തോടെ നോക്കിയതിനാൽ എന്നോടുള്ള നിങ്ങളുടെ വെറുപ്പും ശത്രുതയും വ്യക്തമായി കാണാമായിരുന്നു. ഇക്കാരണത്താൽ നിങ്ങൾ കുബേരൻ എന്നറിയപ്പെടും. അനുഗ്രഹത്തിന് ശേഷം ശിവനും പാർവതിയും ഗുണനിധിയെ വൈശ്വേശ്വരൻ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അളക നഗരിയിലാണ് കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. കുബേരൻ തപസ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സർവശക്തനായ ബ്രഹ്മാവിന്റെ അംശമായ രുദ്രൻ ഉടുക്ക് കൊട്ടുവാൻ തുടങ്ങി. അതിന്റെ ശബ്ദം 3 ലോകങ്ങളിലും മുഴങ്ങി. തുടർന്ന് രുദ്രൻ കുബേരൻ തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അദ്ദേഹത്തിന്റെ ഉടുക്കിന്റെ ശബ്ദം കേട്ട് ബ്രഹ്മാവ്, വിഷ്ണു, സദാശിവൻ എന്നിവരോടൊപ്പം എല്ലാ ദേവതകളും അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കുബേരൻ രുദ്രനെ തന്റെ മുൻപിൽ കണ്ടപ്പോൾ തന്റെ ഇരിപ്പിടം അദ്ദേഹത്തിന് സമർപ്പിച്ച് ആരാധിച്ചു. മറ്റു ദേവതകളും രുദ്രനെ ആരാധിക്കുന്നു. രുദ്രൻ കുബേരനിൽ വളരെയധികം സന്തുഷ്ടനാവുകയും അദ്ദേഹത്തിനടുത്ത് തന്നെ താമസിക്കുവാനും തീരുമാനിച്ചു. വിശ്വകർമാവിനെ വിളിച്ച് തന്റെ മഹാനായ ഭക്തൻ കുബേരന്റെ സമീപത്ത് താമസിക്കുവാൻ വേണ്ടി കൈലാസമെന്ന ഒരു വാസസ്ഥലം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. ഒരു ശുഭമുഹൂർത്തം തിരഞ്ഞെടുത്തുകൊണ്ട് ശിവൻ കൈലാസപർവ്വതത്തിൽ താമസിക്കുവാൻ പോയി. ദേവന്മാരാൽ അദ്ദേഹത്തിന് കിരീടധാരണം ചെയ്യപ്പെട്ടു. ശിവൻ കൈലാസപർവ്വതത്തിലേക്ക് പോയ വിവരം ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു. രുദ്രസംഹിതയിലെ സതികാണ്ഡത്തിൽ ശിവൻ യോഗിയായിരുന്നിട്ടും സതിയെ വിവാഹം കഴിച്ചതിന്റെ കാരണത്തെക്കുറിച്ച് നാരദൻ ബ്രഹ്മാവിനോട് ചോദിച്ചു. സതി ദക്ഷ പ്രജാപതിയുടെ മകളായും അടുത്ത ജന്മത്തിൽ ഹിമവാന്റെ മകളായും എങ്ങനെ ജനിച്ചുവെന്നും ഉമയ്ക്ക് എങ്ങനെയാണ് ശിവനെ ഭർത്താവായി ലഭിച്ചതെന്നും നാരദൻ ചോദിക്കുന്നു. അതിനുള്ള മറുപടിയായി ബ്രഹ്മാവ് ഒരു കഥ പറയുന്നു. സന്ധ്യ എന്നൊരു പെൺകുട്ടി എൻ്റെ ഉള്ളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അവളുടെ സ്വർഗീയ സൗന്ദര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ആ സന്ദർഭത്തിൽ ഒരു ദിവ്യസത്ത എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർക്ക് പോലും ആ സൗന്ദര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതായിരുന്നു ആ ദിവ്യസത്ത. അത് പ്രണയത്തിൻ്റെ ദേവനായ കാമദേവനായിരുന്നു. അവൻ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ആ സ്വാധീനത്താൽ സന്ധ്യ എൻ്റെ പുത്രിയാണെന്ന് മറന്നുകൊണ്ട് അവളുമായി ഞാൻ പ്രണയത്തിലായി. സന്ധ്യയോടുള്ള എൻ്റെ ആസക്തിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ രുദ്രൻ എന്നെ ശാസിക്കുകയും എൻ്റെ സ്വഭാവത്തെ പരിഹസിക്കുകയും ചെയ്തു. എനിക്ക് ലജ്ജ തോന്നിയതോടൊപ്പം രുദ്രനോട് അസൂയയും തോന്നി. അനുരാഗത്തിൻ്റെ ശക്തിയാൽ ഞാൻ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ശ്രമങ്ങളിൽ ഞാൻ പരാജയപ്പെടുന്നു. അതോടെ ഞാൻ വിഷ്ണുവിനെ ഓർത്തു. എൻ്റെ ശ്രമങ്ങളുടെ നിരർത്ഥകതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. കാരണം വിഷ്ണുവിൻ്റെ അഭിപ്രായത്തിൽ രുദ്രൻ എല്ലാ മനുഷ്യവികാരങ്ങൾക്കും അതീതനായിരുന്നു. പക്ഷേ അശ്വിനി വിരണിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ ജനിപ്പിക്കുവാനായി സഹായിക്കുവാൻ ഞാൻ എൻ്റെ പുത്രനായ ദക്ഷനോട് നിർദ്ദേശിച്ചു. അങ്ങനെ സതി ജനിച്ചു. പിന്നീട് സതി ഉമ എന്ന പേരിൽ പ്രശസ്തയായി. അവളുടെ കഠിനമായ തപസ്സുമൂലം രുദ്രനെ അവൾക്ക് ഭർത്താവായി ലഭിച്ചു.
രുദ്രൻ എല്ലാത്തരം ആസക്തികളിൽ നിന്നും മുക്തനായിരുന്നെങ്കിലും സന്താനോൽപാദനത്തിനുള്ള ആഗ്രഹത്താൽ അദ്ദേഹം വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. അദ്ദേഹം സതിയെ വിവാഹം കഴിച്ചു. വളരെ കാലം അദ്ദേഹം ആനന്ദകരമായ ദാമ്പത്യ ജീവിതം ആസ്വദിച്ചു. രുദ്രന്റെ ഭർതൃപിതാവായ ദക്ഷൻ അഹങ്കാരത്തോടെ മരുമകനായ രുദ്രനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. ഒരിക്കൽ ദക്ഷൻ ഒരു വലിയ യാഗം സംഘടിപ്പിച്ചു. രുദ്രനും ഉമയും ഒഴികെ മറ്റെല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചു. തൻ്റെ പിതാവിൻ്റെ യാഗത്തിന് പോകുവാൻ സതിയെ അനുവദിച്ചില്ലെങ്കിലും രുദ്രനോടവൾ നിർബന്ധം പിടിച്ചു. അങ്ങനെ ഒടുവിൽ രുദ്രനെ അനുനയിപ്പിക്കുന്നതിൽ അവൾ വിജയിക്കുകയും അവളെ പോകുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. സതി യാഗവേദിയിലെത്തിയപ്പോൾ പിതാവായ ദക്ഷൻ അവളെ ബഹുമാനിച്ചില്ല. അതുമാത്രമല്ല, ദക്ഷൻ രുദ്രനെ അളവെറ്റി കളിയാക്കി. അതിൽ അപമാനം തോന്നിയ സതി യാഗാഗ്നിയിൽ ചാടി ജീവൻ ഉപേക്ഷിച്ചു. സതിയുടെ മരണവാർത്ത അറിഞ്ഞ രുദ്രൻ അത്യധികം കോപാകുലനാകുന്നു. പ്രതികാരം ചെയ്യാൻ തൻ്റെ മുടിയിഴകളിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ ദക്ഷന്റെ അടുക്കിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ യാഗസ്ഥലം നശിപ്പിച്ചു. ദക്ഷന്റെ തല ഛേദിച്ചു. എല്ലാ ദേവന്മാരും ഭയന്ന് രുദ്രനോട് കരുണ കാണിക്കാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് രുദ്രൻ ദക്ഷനെ പുനരുജ്ജീവിപ്പിക്കുകയും അപൂർണമായ യാഗം പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് സതി മരിച്ച സ്ഥലം ജ്വാലാമുഖി ദേവി എന്ന പേരിൽ പ്രസിദ്ധമായി. അതേ സതി അടുത്ത ജന്മത്തിൽ ഹിമാലയത്തിൽ പാർവതിയായി പുനർജനിച്ചു. അവളുടെ കഠിനമായ തപസ്സിലൂടെ അവൾ വീണ്ടും ശിവനെ ഭർത്താവായി നേടി. അതിനുശേഷം ബ്രഹ്മാവ് നാരദനോട് പ്രണയദേവനായ കാമദേവന്റെ അവതാരത്തെക്കുറിച്ച് വിവരിച്ചു. സന്ധ്യയുടെ ദിവ്യ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടനായപ്പോൾ എൻ്റെ ആ മതിഭ്രമം എൻ്റെ മറ്റൊരു മാനസപുത്രനായ കാമദേവന്റെ പ്രത്യക്ഷീകരണത്തിൽ കലാശിച്ചു. അവൻ്റെ സൗന്ദര്യവും ഗുണവും അതുല്യമായിരുന്നു. അവൻ്റെ പ്രകടനം എന്നെ കാമത്താൽ വിപുലപ്പെടുത്തുക മാത്രമല്ല, എൻ്റെ മറ്റു മാനസപുത്രന്മാരും കാമാസക്തിയാൽ വിഷമിതരായി. കാമദേവൻ എന്നെ വന്ദിക്കുകയും അവൻ്റെ പേരും അസ്തിത്വത്തിൻ്റെ ഉദ്ദേശവും എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ അവന് പുഷ്പവനൻ എന്ന് പേര് നൽകിക്കൊണ്ട് പ്രത്യുൽപാദന പ്രക്രിയയിൽ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഞാനും വിഷ്ണുവും ഉൾപ്പെടെ ആരും അവൻ്റെ സ്വാധീനത്താൽ ബാധിക്കപ്പെടാതിരിക്കാൻ ഞാൻ അവനെ അനുഗ്രഹിച്ചു. ബ്രഹ്മാവ് പുഷ്പവനൻ എന്ന് നാമകരണം ചെയ്തതിനു ശേഷം മാരീചൻ തുടങ്ങിയ ഋഷിമാർ ചേർന്ന് അവന് മന്മഥൻ, കാമൻ, മദനൻ തുടങ്ങിയ വിവിധ പേരുകൾ നൽകി. ദക്ഷന്റെ മകളായ രതിയെയാണ് അവൻ വിവാഹം കഴിച്ചത്. സന്ധ്യയുടെ സൗന്ദര്യത്തിൽ കാമദേവൻ തന്നെ ആകൃഷ്ടനായി. ബ്രഹ്മാവിന്റെ വരത്തിന്റെ ആധികാരികത പരീക്ഷിക്കാൻ കാമദേവൻ തന്റെ 5 അമ്പുകൾ പുറത്തെടുത്ത് അവയുടെ ശക്തി പരിശോധിക്കാൻ ആഗ്രഹിച്ചു. ആ അമ്പുകളുടെ പേരുകൾ ഹർഷൻ, രോചൻ, മോഹനൻ, ശോഷൻ, മാരൻ എന്നിവയായിരുന്നു. ബ്രഹ്മാവിനെയും സന്ധ്യയെയും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഈ അമ്പുകൾ സ്വാധീനിച്ചു. ആ അമ്പുകളാൽ സ്വാധീനിക്കപ്പെട്ട ബ്രഹ്മാവിന്റെ മനസ്സിൽ 49 തരം ചിന്തകൾ ഉദിച്ചു. അതുപോലെ സന്ധ്യയുടെ പെരുമാറ്റത്തിലും പോരായ്മകൾ വ്യക്തമായി കാണാമായിരുന്നു. അതോടെ കാമദേവന് തൻ്റെ ശക്തികളെയും കഴിവുകളെയും കുറിച്ച് ബോധ്യമായി. എന്നാൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ ധർമ്മൻ ഈ സംഭവത്തിൽ ദുഃഖിതനായി അദ്ദേഹം ശിവനോട് പ്രാർത്ഥിച്ചു. ബ്രഹ്മാവിൻ്റെ അവസ്ഥ കണ്ട ശിവന് രസിച്ചു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മാനസപുത്രന്മാരെയും ശിവൻ പരിഹസിച്ചു. അതിലവർ ലജ്ജിതരായി. നാണം കാരണം ബ്രഹ്മാവ് വിയർത്തു. അദ്ദേഹത്തിൻ്റെ ആ വിയർപ്പിൽ നിന്നുമാണ് പിതൃഗണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ ദക്ഷ പ്രജാപതിയുടെ വിയർപ്പിൽ നിന്നുമാണ് ഏറ്റവും സുന്ദരിയായ രതി സൃഷ്ടിക്കപ്പെട്ടത്. ശിവൻ പരിഹസിച്ചതിൽ കുപിതനായ ബ്രഹ്മാവ് അതിന് കാരണക്കാരനായ കാമദേവനെ ശപിച്ചു. നീ ശിവന്റെ അസ്ത്രങ്ങളാൽ പൊള്ളലേറ്റ് മരിക്കും. കാമദേവനതിൽ അത്യധികം വിഷമിതനായി. ഞാൻ എനിക്ക് ലഭിച്ച വരത്തിൻ്റെ ആധികാരികത പരീക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും എനിക്ക് മറ്റു യാതൊരു ദുരുദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും എന്നെ ശപിക്കരുതെന്നും ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. തൻ്റെ പുത്രനോട് സഹതാപം തോന്നിയ ബ്രഹ്മാവ് ശിവന്റെ ദൃഷ്ടിയുടെ ശരങ്ങളാൽ നീ തീർച്ചയായും കൊല്ലപ്പെടുമെങ്കിലും ശിവൻ വിവാഹിതനാകുന്നതോടെ നിനക്ക് നിന്റെ ഭൗതിക ശരീരം തിരികെ ലഭിക്കുമെന്ന് കാമദേവനെ ആശ്വസിപ്പിച്ചു. ശേഷം ബ്രഹ്മാവ് ബ്രഹ്മലോകത്തേക്ക് പോയി. ദക്ഷൻ കാമദേവനോട് തൻ്റെ മകളായ രതിയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആ വിവാഹാലോചനയിൽ കാമദേവൻ അത്യധികം സന്തുഷ്ടനായി. കാമദേവനും രതിയും തമ്മിലുള്ള വിവാഹം നടന്നു. അതേപോലെ സന്ധ്യ അത്യധികം ലജ്ജിതയായി കാണപ്പെട്ടു. സ്വന്തം പാപപരിഹാരത്തിനായി അവൾ തപസ് ചെയ്യാൻ തുടങ്ങി. അവൾ ചന്ദ്രഭാഗ പർവ്വതത്തിൽ പോയി തൻ്റെ കഠിനമായ തപസ് ആരംഭിച്ചു. ബ്രഹ്മാവ് വസിഷ്ഠനോട് പ്രച്ഛന്ന വേഷധാരിയായി അവളുടെ അരികിൽ പോയി അവളെ ദീക്ഷയിൽ സഹായിക്കാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചന്ദ്രഭാഗ പർവ്വതത്തിലേക്ക് പോയി അവൾക്ക് ഓം നമ ശങ്കരായ ഓം എന്ന മന്ത്രം ഉപദേശിച്ച് പൂജാരീതികൾ പറഞ്ഞുകൊടുത്തു മടങ്ങി. ബ്രാഹ്മണ വേഷധാരിയായ വസിഷ്ഠമുനി പോയതിനു ശേഷം സന്ധ്യ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്തു. ഒരു ചതുർയുഗം കഴിഞ്ഞപ്പോൾ അവൾക്ക് ശിവനെ ദർശിക്കാനായി. അവളുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അവളോട് എന്തും ആവശ്യപ്പെടുവാൻ നിർദ്ദേശിച്ചു. സ്വന്തം കുലത്തിലെ അംഗത്തോട് ആർക്കും കാമം തോന്നരുത്.
എന്നേക്കാൾ വലിയ സദ്വൃത്തയും പവിത്രയുമായ ഒരു സ്ത്രീ ഈ ലോകത്തിൽ ഉണ്ടാവരുത്. എൻ്റെ ഭർത്താവല്ലാതെ എന്നെ ദുഷ്ടലക്ഷ്യത്തോടെ നോക്കുന്ന ആരെങ്കിലും ബലഹീനനായ പുരുഷനായി മാറണം. ശിവൻ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇവാ മസ്തു. തുടർന്ന് ശിവൻ പുരുഷന്റെ ആയുർദൈർഘ്യത്തെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ 4 ഭാഗങ്ങളായി തരംതിരിച്ചു. അവളുടെ വിധിയിൽ അഗ്നിയിൽ സമർപ്പിച്ച് മരിക്കണമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം അവളെ ഓർമ്മിപ്പിച്ചു. മേധാതിഥി നടത്തുന്ന യാഗത്തിൽ പോയി അവളുടെ ശരീരം സമർപ്പിക്കുവാനും അദ്ദേഹം അവളെ ഉപദേശിച്ചു. യാഗാഗ്നിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഭർത്താവായി ആഗ്രഹിക്കുന്ന ആരെയെങ്കിലും ഓർക്കുക. അടുത്ത ജന്മത്തിൽ ദക്ഷ പ്രജാപതിയുടെ മകളായി ജനിക്കുമ്പോൾ നിങ്ങളുടെ ആ ആഗ്രഹം സഫലമാകും. നിങ്ങളുടെ പിതാവായ ദക്ഷ പ്രജാപതി തൻ്റെ 27 പെൺമക്കളെ ചന്ദ്രന് വിവാഹം കഴിച്ചു നൽകും. എന്നാൽ അവരിൽ രോഹിണിയോട് മാത്രമേ ചന്ദ്രന് സ്നേഹമുണ്ടാകൂ. അദ്ദേഹത്തിൻ്റെ ബാക്കി പത്നിമാരെ അവഗണിക്കും. ഇക്കാരണത്താൽ ദക്ഷൻ അവനെ ശപിക്കും. എല്ലാ ദേവതകളും നിങ്ങളുടെ അഭയം ഏറ്റെടുക്കും. സന്ധ്യയെ അനുഗ്രഹിച്ച ശേഷം ശിവൻ കൈലാസ പർവ്വതത്തിലേക്ക് തിരിച്ചു. ശിവൻ അപ്രത്യക്ഷനായതോടെ സന്ധ്യ എഴുന്നേറ്റ് മേധാതിഥി യാഗം നടത്തുന്ന സ്ഥലത്തേക്ക് പോയി. തനിക്ക് മന്ത്രം ചൊല്ലി നൽകിയ ആ ബ്രാഹ്മണനെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് അവൾ മനസ്സാലെ തീരുമാനിച്ചുകൊണ്ട് യാഗാഗ്നിയിലേക്ക് പ്രവേശിച്ചു. വാസ്തവത്തിൽ വസിഷ്ഠനായിരുന്നല്ലോ ആ ബ്രാഹ്മണൻ. യാഗത്തിൻ്റെ അഗ്നി അവളുടെ ശരീരത്തെ കത്തിച്ച് സൗരയുധത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സൂര്യദേവനതിനെ 3 ഭാഗങ്ങളായി വിഭജിച്ച് രഥത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ 3 ഭാഗങ്ങളുടെ പേരുകൾ പ്രാതസന്ധ്യ, മധ്യാന്തസന്ധ്യ, സായം സന്ധ്യ എന്നിങ്ങനെയായിരുന്നു. സന്ധ്യ ജീവശക്തിയെ ഭഗവാൻ ശിവൻ ആഗിരണം ചെയ്തു. യാഗം അവസാനിച്ചപ്പോൾ യാഗാഗ്നിയിൽ സ്വർണം പോലെ പ്രകാശിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം കണ്ട് മുനിമാർ ആശ്ചര്യപ്പെട്ടു. അവരാ പെൺകുട്ടിയെ യാഗകുണ്ടത്തിൽ നിന്നും പുറത്തെടുത്തു. മുനിമാർ ആ പെൺകുട്ടിക്ക് അരുന്ധതി എന്ന് പേരിട്ട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളർത്തി. അവൾക്ക് 5 വയസ്സ് തികഞ്ഞപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എത്തി വസിഷ്ഠനെ കൊണ്ടവളെ വിവാഹം കഴിപ്പിച്ചു. അരുന്ധതി സന്തോഷവതിയായി ജീവിക്കുകയും അവൾ പതിവ്രതത്തിന് പേരുകേട്ടവളായി തീരുകയും ചെയ്തു. ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു, ശിവൻ എന്നെ പരിഹസിച്ച ദിവസം മുതൽ തന്നെ എനിക്ക് അദ്ദേഹത്തോട് വിദ്വേഷമുണ്ടായിരുന്നുവെന്നും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ശിവനെപ്പോലും ആസക്തിയാൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ശിവന്റെ അഹങ്കാരത്തെ കീഴടക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ദക്ഷനോടും മാരീചനെ പോലുള്ള ഋഷിമാരോടും ഈ നേട്ടം എങ്ങനെ കൈവരിക്കാനാകുമെന്ന് ഞാൻ അന്വേഷിച്ചു. തൽഫലമായി കാമനും രതിയും പ്രകടമായി. കാമദേവന്റെ ശക്തികളാൽ ശിവനെ സ്വാധീനിക്കാൻ ഞാൻ നിർദ്ദേശിച്ചു. കാമൻ അതിന് സമ്മതിക്കുന്നു. എന്നാൽ ശിവന് അനുയോജ്യയായ ദിവ്യ സ്ത്രീകളെ സൃഷ്ടിക്കാൻ എന്നോടവർ അഭ്യർത്ഥിക്കുന്നു. അതിൽ ഞാനും ദക്ഷനും ആശങ്കാകുലരായി. ആ സമയത്ത് ഞങ്ങളുടെ നാസാരന്തരങ്ങളിലൂടെ സുഗന്ധമുള്ള വായു ശ്വസിച്ചു. ആ പ്രവൃത്തി വസന്തകാലത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായി. വസന്തകാലം അവളുടെ ശാരീരിക രൂപത്തിൽ ദിവ്യമായും മനോഹരമായും കാണപ്പെട്ടു. ഞാൻ അവളെ കാമന് കൈമാറി. അങ്ങനെ വസന്തവും കാമനും രതിയും ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലിരിക്കുന്ന ശിവനെ സ്വാധീനിക്കാൻ പുറപ്പെട്ടു. പ്രിയരെ, ശിവപുരാണത്തിൻ്റെ 3ാം വീഡിയോ ഇവിടെ നിർത്തട്ടെ. കൂടുതൽ ഉദ്യോഗജനകമായ സാരാംശങ്ങളുമായി 4ാമത്തെ വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.